ആണും പെണ്ണും കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എത്രയൊക്കെ ആയാലും ആശി, നീ നിൻ്റെ ഉമ്മക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുത്ത് ആ ഉമ്മയുടെ പൊക്കിൾക്കുടി ബന്ധത്തിന് സമൂഹ മാധ്യമങ്ങളാകെ നാലാൾക്കാരെന്നല്ല കോടിക്കണക്കിന് ആൾക്കാർ കാണേ ആ എണീറ്റ് നിവർന്ന് നിന്ന് ഇരിക്കാൻ ആരോഗ്യമില്ലാത്ത ആ ഉമ്മനെ നീ മീഡിയകളുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചതിന് ആദ്യം നന്ദി ആശി. ആ ഉമ്മയുടെ കരച്ചിൽ നീ കേട്ടില്ലേ? ഉമ്മൻ്റെ കരച്ചിൽ കേട്ടില്ലേ? ആ കേട്ടിട്ടും ഈ നിമിഷം വരക്കും നിനക്ക് എങ്ങനെ പിന്നെയും പിന്തുടരാനും അവിടെ പിന്തുടർന്ന ആശീൻ്റെ കൂടെ ഇരിക്കാൻ തോന്നുന്നു? എത്രയൊക്കെ ആയാലും നൊന്ത് പ്രസവിച്ചൊരു ഉമ്മയല്ലേ? ആഹാ അല്ലേ? എത്രയോ പിള്ളേർ അനാഥത്വമായിട്ട് ശിശുഭവനിലൊക്കെ വളരുന്നു. ഓരോരുത്തരുടെ കാമക്കഴപ്പ് കൊണ്ടിട്ട് കൊച്ചുങ്ങളാക്കിയിട്ട് വലിച്ചെറിയുന്നു. അങ്ങനെയാണോ ആശീൻ്റെ ഉമ്മ നല്ലൊരു അന്തസ്സുള്ള ഒരു ആണിനെ വിവാഹം കഴിച്ച് അതിലൂടെ മക്കളെ ഉണ്ടാക്കി നല്ല രീതിയിൽ ദീനീപരമായിട്ട് വിദ്യാഭ്യാസം തന്ന് ആഹാരം തന്ന് തണ്ടും തടിയുള്ള ഒരു ആണാക്കി തീർത്ത ആശി, നീ ആ ഉമ്മേൻ്റെ അടുത്ത് കാണിക്കുന്ന നന്ദിയാണത്. ആഹ്റത്തിലും ദുനിയാവിലും ആഹ്റത്തിലും 6 അടി മണ്ണിൻ്റെ ഉള്ളിൽ ഇതിന് നീ ജവാബ് പറയണം. കാരണം ആ ഉമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് ആ ഉമ്മയുടെ കരച്ചിലുകൾക്ക് നമുക്ക് വന്നിട്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, കേട്ടോണ്ടിരിക്കാൻ കൂടി പറ്റില്ല. ഉമ്മ എന്നുള്ള സ്ഥാനത്ത് ഞാനൊരു ഉമ്മയാണ്. എങ്ങനെ കഴിയുന്നു ആ ഉമ്മൻ്റെ കരച്ചിൽ കണ്ടിട്ട്, ആ പെടയണ നെഞ്ച് കണ്ടിട്ട്, അടിവയറ്റിൽ നിന്നുള്ള വേദന വന്നിട്ട് തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന ആ കരച്ചിൽ കണ്ടിട്ട് എങ്ങനെ ഇരിക്കാൻ തോന്നണം? നീ മനുഷ്യനോ മൃഗമോ? അത് ചോറല്ലേ കഴിക്കുന്നത്? ആ ഉമ്മാനെ ഒന്ന് അടുത്ത് പോയിക്കൂടെടാ? എനിക്ക് പോയി ഉമ്മാൻ്റെ കൂടെ നിന്നു, ഒരു തണലായിട്ട് പോയി നിന്നൂടെ? ആ ഉമ്മ പറഞ്ഞ സ്വത്തുക്കൾ തരാമെന്ന് ആരാണ്ട് പറഞ്ഞു, ജാസി പറഞ്ഞു. സ്വത്ത് കൊണ്ടിട്ട് മകനെ സ്വന്തമാക്കാൻ നിൽക്കണേ നീ? ഉമ്മാൻ്റെ ഏറ്റവും വലിയ സ്വത്ത് അവരുടെ മക്കളാണ്. ആ മക്കളെയാണ് നീ പിടിച്ചു വെച്ചേക്കണത്. മനസ്സിലായോ? അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ നീ ഒരു പെണ്ണായിട്ട് ഒരു കുട്ടി